പുട്ടപ്പർത്തിയിൽ സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സത്യസായി ബാബയുടെ മഹാസമാധിയിൽ പ്രാർത്ഥന നടത്തിയ അദ്ദേഹം പുഷ്പാർച്ചനയും നടത്തി. ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള നാണയവും സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കി. 13,430 കോടിയുടെ വികസന പദ്ധതികളും പ്രഖ്യാപിച്ചു. ഊഷ്മളമായ വരവേൽപ്പായിരുന്നു പുട്ടപ്പർത്തിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. മഹാസമാധിയിൽ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തിയ അദ്ദേഹം ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഒരുക്കിയ കലാവിരുന്നും ആസ്വദിച്ചു. ഉണ്ണികൃഷ്ണന്മാരും സംഘവും അണിനിരുന്ന വാദ്യമേളവും ശ്രദ്ധേയമായി. പത്മശ്രീ ശിവമണി മേളപ്പെരുക്കത്തിന് ചുക്കാൻ പിടിച്ചു. സത്യസായി ബാബ ഇന്നത്തെ തലമുറയ്ക്ക് ആഘോഷം മാത്രമല്ല, ദൈവികമായ അനുഗ്രഹമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സത്യസായി ബാബയുടെ സന്ദേശങ്ങൾ പുസ്തകങ്ങളിലോ ആശ്രമങ്ങളിലോ ഒതുങ്ങുന്നതല്ല. ഭാരതത്തിലെ നഗരങ്ങളിലും ചെറുഗ്രാമങ്ങളിലും സ്കൂളുകളിലും ഗോത്ര സമൂഹങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ മനുഷ്യജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് കാണാമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ശ്രീ സത്യസായി ബാബ का यह जन्म शताब्दी वर्ष हमारी पीढ़ी के लिए सिर्फ एक उत्सव नहीं, यह एक दिव्य वरदान है। आज भले ही वे हमारे बीच दैहिक स्वरूप में नहीं है, लेकिन उनकी शिक्षा, उनका प्रेम, उनकी सेवा भावना आज भी करोड़ों लोगों का मार्गदर्शन कर रही है. സത്യസായി ബാബയ്ക്ക് ആദരവർപ്പിച്ച പ്രധാനമന്ത്രി പ്രത്യേക നാണയവും തപാൽ സ്റ്റാമ്പുകളും പുറത്തിറക്കി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ എന്നിവരും പ്രധാനമന്ത്രിയോടൊപ്പം യോഗത്തിൽ പങ്കെടുത്തു. ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കർ, ചലച്ചിത്ര താരം ഐശ്വര്യ റായ്, കേന്ദ്രമന്ത്രിമാരായ രാംമോഹൻ നായിഡു, ജി കിഷൻ റെഡ്ഡി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയെ വരവേറ്റ് 10,000 പങ്കെടുത്ത റോഡ് ഷോയും പരിപാടിയുടെ ആവേശം ഇരട്ടിയാക്കി. ന്യൂസ് ഡെസ്ക് ജനം.